ഹായ്, അന്നമ്മ ചേടത്തി സ്പെഷ്യൽ ചാനലും പിന്നെ കമാൺ എവരിബഡി എന്ന് പറയുന്ന ചാനലും. ഈ രണ്ട് ചാനലും ഞാൻ മുൻപ് കാണുമായിരുന്നു. ഈ കമാൺ എവരിബഡി എന്നുള്ളത് കാണുന്നതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ അവർ വീട് ഇതാക്കിയാണ്. അപ്പം ഒരു ചെറിയ വീട് വെക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കുകളിലായപ്പോൾ പല വീടുകൾ കാണാനുള്ളൊരു കൗതുകം കൊണ്ട് ആ ചാനൽ കാണുമായിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന സച്ചിനാണ് ഈ അന്നമ്മ ചേടത്തിക്കിട്ട് നല്ലൊരു പാര പണിതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവരെ കാണാറില്ല. അന്നമ്മ ചേടത്തിയുടെ ചാനൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തത് പിന്നെയും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം അതിൻ്റെ റവന്യൂ പോകുന്നത് സച്ചിനാണെന്നുള്ള അറിവ് കൊണ്ടുവരുന്നത്. സച്ചിനും അഞ്ജുവോ അങ്ങനെ എന്തൊക്കെയാണ് ആ കുട്ടിയുടെ പേര്. അവരന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിരുന്നു. എന്താ വിശേഷം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സ്പ്ലനേഷൻ തരാം. അന്നമ്മ ചേടത്തി എന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമുള്ള കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരു അമ്മയാണ്. ഈ അമ്മയുടെ ചാനൽ ഭയങ്കര ഹിറ്റാണ്. 1.something മില്യൺ വ്യൂസ്, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര റീച്ച് കിട്ടി വെരി ഫാസ്റ്റായിട്ട് കയറി വന്നൊരു ചാനലാണ്. നല്ല കുക്കിംഗ് വീഡിയോസാണ്. അമ്മച്ചിയാണ് അതിനകത്തുള്ള ശരിക്കുള്ള ബ്രാൻഡ്. ഈ അമ്മയെ കാണാൻ തന്നെയാണ് പലരും വരുന്നത്. കാരണം നമ്മൾ വിദേശത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് അതിനകത്തേക്ക് ചാനലിലേക്ക് ആഡ് ഓൺ ആകും. അതിൻ്റെ റീസൺ അവർക്ക് മിസ് ചെയ്യുന്നത് അവരുടെ പേരൻസിനെ, ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഫുഡ് സൂപ്പറാണ്, ആ ആംബിയൻസ് മൊത്തം എല്ലാം കൊണ്ട് നല്ലൊരു ചാനൽ. ഇത് പെട്ടെന്ന് തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ അമ്മച്ചിയും മകനും കൂടെ വന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈശ്വരാ പാവമായിപ്പോയില്ല, അതെന്തിനാ അങ്ങനെ ഒരു വേല ചെയ്തെന്ന്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ഒരു ചാനൽ ഓപ്പൺ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ ഇതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് ഇതൊക്കെ 1 year ബിഫോർ നടന്ന കഥയാണ്. 1 year ബിഫോർ തന്നെ വീണ്ടും ഈ സച്ചിൻ അയാളുടെ ചാനലിൽ കൂടി ഒരു എക്സ്പ്ലനേഷൻ തന്നു. ഞങ്ങൾ ഭയങ്കര സൈബർ ആക്രമണം നേരിടുകയാണ്, പറ്റാൻ പറ്റുന്നില്ല, നക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. വളരെ സാധൂകരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആപ്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നു. എക്സ്പ്ലനേഷൻ ഇങ്ങനെയായിരുന്നു: 3 പാർട്ട്നേഴ്സ്, ഈ വീഡിയോ പിടിക്കുക, എഡിറ്റിംഗ്, പോസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ഒരാൾ, അതായത് സച്ചിൻ. പിന്നെ അതിൻ്റെ മുമ്പ് ഇൻവെസ്റ്റർ, ക്യാമറയും ബാക്കിയുള്ള അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇപ്പോൾ മീൻ വാങ്ങിച്ചാൽ കറി വയ്ക്കാൻ പറ്റും, അപ്പോൾ അതിൻ്റെ ഫുൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് വേറൊരാൾ. ഈ അമ്മച്ചിയെ കൊണ്ട് ഇത് ചെയ്യിക്കും. എന്നിട്ട് 3 പേരും എത്ര കിട്ടുന്നോ അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ചില മാസങ്ങളിൽ 3 ലക്ഷം ഒരാൾക്ക് കിട്ടുന്നത്, അതായത് 9 lakhs ഇതിൻ്റെ ക്യാഷായിട്ട് കിട്ടും, റവന്യൂ ആയിട്ട് കിട്ടുമായിരുന്നു അത്രയും. അപ്പോൾ ഇത്രയും ഒക്കെ എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ വലിയൊരു റവന്യൂ കിട്ടിയപ്പോൾ അമ്മച്ചിയുടെ മകന് തോന്നിയ ഒരു കുൽസിതം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന്. എങ്ങനത്തെ തീരുമാനമൊന്നും അറിയത്തില്ല. ചാനൽ അവരങ്ങ് ഹൈജാക്ക് ചെയ്തു, അവരങ്ങ് സ്വന്തമാക്കി, അമ്മച്ചിയെ പിടിച്ച് പുറത്താക്കി. പിന്നെയും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ 3 തന്നെ ഈക്വലായിട്ട് ഷെയറും ചെയ്യുന്നുണ്ടെന്ന്. വലിയ കാര്യമാകട്ടോ. ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു സ്ത്രീ വരുന്നു, അവർക്ക് തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ 10,000 രൂപ 5,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഭിനയിക്കും. ഗ്രാജുവലി അവർക്ക് ഭയങ്കര റീച്ച് കിട്ടുന്ന ഒരു സമയത്ത് അവർ 5,000 രൂപയ്ക്ക് വിളിച്ചാൽ കിട്ടുമോ? ഒരു ബോധം വേണ്ടായോ? ആ അമ്മച്ചിയാണ് അതിലെ മോഡൽ. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയാണ് ആ ചാനൽ അത്രയും ഉണ്ട്. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടത് റീച്ച് ആവുന്നില്ല? തമിഴിലൊരു ചാനലുണ്ട്, കുറേ അധികം പയ്യന്മാരും ഒരു ഏജ്ഡായ ഒരാളും, അവരത്രയും പേരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ചാനൽ. സൂപ്പർ റീച്ചാണ് അതിന്. എന്തൊരു റീച്ചാണെന്നറിയാം. അവർ പങ്കിട്ടെടുക്കുന്നു. അവിടെ തർക്കവും വഴക്കും ബഹളവും ഒന്നുമില്ലല്ലോ. ഈ ക്യാമറയുടെ പ്രശ്നമായിരുന്നാലും ഇതുമൊക്കെ ആയിരുന്നാലും ചെയ്തത് അന്യായ ചെയ്തായിപ്പോയി. ഇതെങ്ങനെ സോൾവ് ചെയ്യാമായിരുന്നു എന്നറിയാമോ? ആ അമ്മയെ കൊണ്ട് ഇത്രയും നേടിയ സ്ഥിതിക്ക് അമ്മയ്ക്ക് 2 ഭാഗവും നിങ്ങൾ 2 പേര് ഒരു ഭാഗം വീതിച്ചെടുക്കുകയും ചെയ്യണമായിരുന്നു. അമ്മ നിങ്ങളെ വിട്ടു പോവുകയില്ലായിരുന്നു. പകരം ആ അമ്മയെ പിടിച്ചങ്ങ് പുറത്താക്കിയിട്ട് പിന്നെയും ആ ചാനൽ കണ്ടിന്യൂ ചെയ്യുകയും ആ അമ്മയെ തന്നെ ഉപയോഗിച്ച് കൊണ്ടിട്ട് അതിലൊരു ഒരു തുക, അതായത് 3 പകുത്തൽ, അതൊരു തുക ഉദാരം പോലെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് എന്തോ ഗ്രേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരെ ഇരുന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്നത്. എനിക്കത് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ, അതാണ് ഞാൻ മുൻപ് എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, ഈ ഒരു സന്യാസിക്ക് ക്രിമിനൽ ആവാൻ പറ്റും, പക്ഷെ ഒരു ക്രിമിനൽ ഒരിക്കലും ഒരു സന്യാസി ആവാൻ പറ്റില്ല. അവരന്ന് പറഞ്ഞത് ഞങ്ങൾ സൈബർ ബുള്ളിങ് നേരിടുന്നു, ഞങ്ങൾ വളരെ നല്ല കാര്യമല്ലേ ചെയ്തത്, അമ്മച്ചി ആരും അറിയപ്പെടാതിരുന്ന അമ്മച്ചി ഞങ്ങൾ കൊണ്ടൊന്നും അറിയപ്പെടുത്തിയില്ലേ, ഇങ്ങനെയൊക്കെ കുറേ ഇതായിരുന്നു. പിന്നെ അമ്മച്ചി കൃത്യമായി ഞങ്ങൾ കണക്ക് സാധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായി എല്ലാം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഓക്കെ ആണ് എന്നൊക്കെ അവകാശപ്പെട്ടവർ ഇപ്പോൾ ചെയ്തത് എന്താണെന്നറിയാം? അമ്മ അതിൽ നിന്ന് വിട്ടു വന്നിട്ട് അമ്മച്ചി തനിയെ ഒരു ചാനൽ തുടങ്ങി. ആ ചാനലിലേക്ക് പഴയ ചാനലിൽ നിന്നുള്ള 2-3 വീഡിയോ എടുത്തിട്ടു. 3 വീഡിയോ ഇട്ടാൽ 3 സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ഇവന്മാർ
അതിനെ സ്ട്രൈക്ക് കൊടുത്ത് പൊട്ടിച്ചു. അപ്പോൾ അതെന്താ അടിസ്ഥാനത്തിലാണ്? അമ്മച്ചി പുതിയ ചാനൽ തുടങ്ങട്ടെ, അമ്മച്ചിക്ക് നിങ്ങളുമായി തുടരാൻ താല്പര്യമില്ല, അമ്മച്ചി അതേ പേരിൽ മൂന്നാമതൊരു ചാനൽ തുടങ്ങി അതിനകത്ത് കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പോൾ വീണ്ടും സ്ട്രൈക്കിൽ ചാനൽ കൂട്ടിപ്പോയി മൂന്നാമതൊരു ചാനൽ തുടങ്ങി. ഒരു കെ പോലും ആയിട്ടില്ല. എന്ത് കഷ്ടപ്പാടാണ്, എന്ത് സ്ട്രഗിളാണ്. ഒരെണ്ണം വളർത്തി അത്രയും കൊണ്ട് എത്തിക്കാൻ എത്ര പാടുപെടുന്നുണ്ടാകും. ഇനി ഇത് ആർക്കെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്, അതുമല്ല. ഒരാൾ അത് അത്രയും എഫർട്ട് എടുത്ത് അതിലേക്ക് ഇറങ്ങി നിന്ന് അവർക്കതിൻ്റെ സാധ്യത മനസ്സിലായി. അവർ ചെയ്തപ്പോൾ പൃഥ്വിരാജ് സുകുമാരനെയൊക്കെ പോലെ കമ്പാരിസൺ വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജ് സുകുമാരൻ്റെ അച്ഛൻ ഈ ഫിലിം ഫീൽഡിലായിരുന്നു. പുറത്തു പോയി പഠിച്ചിട്ട് വന്ന പയ്യൻ, സ്വന്തമായി ചെയ്യാനുള്ള വരുമാനമൊന്നും അന്നില്ല. അവൻ മറ്റുള്ള സിനിമകളിൽ അഭിനയിച്ചു. മറ്റുള്ള സിനിമകളിൽ അഭിനയിച്ച പയ്യൻ ക്യാഷ് ഉണ്ടാക്കിയിട്ട് സ്വന്തമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ അഭിനയിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അയാൾക്കെതിരെ തിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരാളെ മോഡലായി വെച്ചു. അയാളുടെ ആ തംബ്നെയിൽ അല്ലെങ്കിൽ അയാളെ കണ്ടിട്ട് തന്നെയാണ് ജനങ്ങൾ ഇടിച്ചു കയറിയത്. നിങ്ങൾ ഈ ചെയ്ത ചെയ്ത്ത് എത്ര മ്ലേച്ഛവും എത്ര വൈകൃതവുമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനം. ഒരാളുടെ ചാനൽ പൂട്ടിക്കാൻ ഭയങ്കര ഈസിയാണെന്ന്, ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും തെണ്ടിത്തരമായൊരു സ്വഭാവം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചാനൽ ആ എമ്മയ്ക്ക് ഒരു കേസ് കൊടുത്താൽ പൊട്ടിക്കാൻ പറ്റും. ആ എമ്മയ്ക്ക് അതിൻ്റെ ഉള്ള ബുദ്ധി ഇല്ലായിട്ടാണോ അല്ലെങ്കിൽ അതാരെങ്കിലും പറഞ്ഞു കൊടുക്കാനിട്ടാണോ ഒന്നും അറിയത്തില്ല. ഒരു FIR റിപ്പോർട്ട് ഈ പറയുന്ന പ്രസ്തുത ചാനലിൻ്റെ പേരിൽ അവരുണ്ടാക്കിയാൽ ആ FIR വെച്ച് അവർക്ക് നിങ്ങളുടെ ചാനൽ പൂട്ടിക്കാം. അങ്ങനെ ഒരു രീതിയുണ്ട്, അതറിയാമോ? ഒരാൾക്കെതിരെ മോശം അലിഗേഷൻ പറഞ്ഞാൽ അയാളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കിട്ടിയാൽ, അയാളെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ, അയാളുടെ ഫോട്ടോ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അതായത് സൈബർ ഇടങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് തരും. അവർ തന്നെ ഈ ചാനൽ പൂട്ടിക്കാനുള്ള ഏർപ്പാടുമാക്കി തരും. നിങ്ങൾക്ക് മാത്രമാണ് മിടുക്ക് എന്ന് വിചാരിക്കരുത്. മിടുക്ക് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് വരുമ്പോഴത്തേക്കാണ് കരയേണ്ട ഒരു ഗതികേട് വരുന്നത്. അവർ ജെന്യുവനായി ഇതുവരെ നിങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള ഇതും പോവാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ അവരെ തുടർന്ന് ആക്രമിക്കുന്നത് ഒരു ശരിയായ നടപടിയാണ്. ഒന്നുമില്ല, ആ അമ്മയുടെ പ്രായം നോക്കൂ. ആ അമ്മ ഇനി ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വരുവാൻ അവരെ കൊണ്ട് പറ്റുമോ? അവസാന സമയത്ത് അവരൊരു കമൻറ്റ് പറയുന്നുണ്ട്. അതായിരുന്നു അതിനകത്ത് ഏറ്റവും ഭയങ്കര പാവം തോന്നിയ ഒരു കമൻറ്റ്. അതിനകത്ത് റവന്യൂ ഉണ്ടായിരുന്നു. ആ റവന്യൂ ഒന്ന് എടുക്കണതിടം വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാതെ അത് പൂട്ടിച്ച് കളഞ്ഞല്ലോ എന്ന്. കഷ്ടം, പാവം കിട്ടും കേട്ടോ, സത്യമായിട്ട്. കഴിഞ്ഞ നവംബർ മാസം അമ്മച്ചിക്ക് വയ്യായികയും ഹോസ്പിറ്റലും ഒക്കെ ഞാൻ തിരക്കായിരുന്നു. പാവമായിപ്പോ എന്ന് മാത്രമേ ഉള്ളൂ. അമ്മച്ചി അത്രയും ബുദ്ധിമുട്ടി അത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്താണ്. എല്ലാവർക്കും കാണാൻ കഴിയുമെങ്കിൽ പോയി അത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കഷ്ടം. അത്രയും പരിപാടികളൊന്നും ആയിട്ടല്ല. നമ്മുടെ അമ്മച്ചിയോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് ഒരു ഹാപ്പി ന്യൂ ഇയറോ ഒരു ക്രിസ്മസോ ഒന്നും പറയാൻ പറ്റില്ലോ. അപ്പൊ അതുകൊണ്ട് അന്നമ്മച്ചെടുത്ത് സ്പെഷ്യൽ 2.0 എല്ലാ മക്കൾക്കും മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മള് നമ്മുടെ ഇതിനകത്ത് ഇട്ടു. പക്ഷെ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. ആകെപ്പെടെ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങാണ്ട് വരാൻ പാടില്ലായിരുന്നുള്ളൂ. ഇത് 7 ഒപ്പങ്ങാണ്ട് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ സമയത്ത് മെയിൽ നോക്കാനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയവും കിട്ടിയില്ല, ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ചാനൽ യൂട്യൂബിൽ തന്നെ ടെർമിനേറ്റ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ വീണ്ടും അന്നമ്മച്ചെടുത്ത് സ്പെഷ്യൽ 2.0 എന്ന പേരിൽ തന്നെ പുതിയ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3-4-5 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ആ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാല് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി അന്നമ്മച്ചെടുത്ത് സ്പെഷ്യൽ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചിലവരും വിചാരിക്കും, ഇത് ഈ ചാനൽ നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്താണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതിന് സബ്സ്ക്രൈബ് ചെയ്ത അന്നമ്മച്ചെടുത്ത് സ്പെഷ്യൽ 2.0 ഒപ്പം നിലവിൽ യൂട്യൂബിലില്ല. അതുകൊണ്ട് അതേ പേരിൽ തന്നെ ഞങ്ങൾ മൂന്നാമതൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. 1 കഴിച്ചാൽ 3 കഴിക്കുന്ന പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നമ്മുടെ പഴയ ചാനലില് ചെയ്തിരുന്ന എല്ലാ വീഡിയോസും ഇനി അമ്മച്ചിയുടെ മേൽനോട്ടത്തില് അമ്മച്ചിനെ എത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോസുമായിട്ട് നിങ്ങൾ ഇനി എവിടെയും അതാണ് പോയിന്റ്. അതിനകത്ത് കിടക്കുന്ന ഓരോ വീഡിയോയും റീക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ കോപ്പിറൈറ്റ് എങ്ങനെ അടിക്കും? ഇത്രയും മനസാക്ഷിയില്ലാത്ത മൃഗങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു വൃത്തികെട്ട സാധനം. ഇനി മറ്റവനെ കാണണ്ടേ? കെടുകെട്ടിയവൻ എന്തായിരുന്നു ഇരുന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ വളരെ
നല്ലവരാണ്, ഞങ്ങൾ ഭയങ്കര ഡീസൻ്റാണ്, ഞങ്ങളെപ്പോലെ ഇനി ഡീസൻറ്റ് വേറെ ആരുമില്ല. കമോൺ എവരിബഡി, കമോൺ എവരിബഡി. പിന്നെ ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല, കോപ്പി റൈറ്റിൻ്റെ ആശാന്മാരല്ലേ, എന്താ ചെയ്യാന്നറിയത്തില്ല. കമോൺ എവരിബഡി എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അതിനകത്തുണ്ട് ഈ ആരോപണങ്ങൾക്ക് സത്യം എന്തെന്ന് 1 ഇയർ മുമ്പിട്ടത് അവൻ തമ്മിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സത്യം എന്താണെന്ന്. ഇത്രയും കള്ളനായ ഒരുത്തൻ നാണം ഉണ്ടോ എന്തോ. എന്നിട്ട് ആ ഒരു കാര്യം പറയുമ്പോൾ 1 വർഷം മുമ്പാണ് ഈ എക്സ്പ്ലനേഷൻ അവൻ ഇട്ടിരിക്കുന്നത്. ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തു നിന്നുള്ള ആ കള്ളത്തരം വ്യക്തമാണ്. ആ അമ്മയെ കണ്ടെത്തിയത് അവനായിരിക്കാം, തർക്കിക്കുന്നില്ല. അമ്മയെ കണ്ടെത്തിയതും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തതും ഇതുപോലെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ ശരി തന്നെയാണ്. ആ പറഞ്ഞ ക്യാമറ വാങ്ങിയതും ഒക്കെ ശരി തന്നെ, സമ്മതിച്ചു. അവരെ ഉപയോഗിച്ച് ഒരുപാട് ഏൺ ചെയ്തില്ലേ. 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യങ്ങളിലായി 3 ലക്ഷം രൂപ വരെ നിങ്ങൾ റവന്യൂ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആക്രാന്തം തീരുന്നില്ല. മറ്റൊരാളുടെ ഫേസ് ഉപയോഗിച്ച് മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ച ഒരു സാധനത്തിൽ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് കൊടുക്കാൻ പോലും തയ്യാറായവരെ കിക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴും ആ ചാനൽ കൊണ്ടു നടക്കുന്നതിന് തെറ്റായൊരു നടപടിയാണ്. കഷ്ടത്തിൽ ഈ അമ്മയ്ക്ക് അറിയത്തില്ല ഇതിനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന്. FIR റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ ചാനൽ, ഈ അമ്മയുടെ ഫോട്ടോ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് കോപ്പിറൈറ്റ് തിരിച്ചു കൊടുക്കാം. ആ 1 മില്യൺ ഉള്ള സബ്സ്ക്രൈബറുള്ള ആ ചാനൽ അമ്മയ്ക്ക് അടിച്ച് ദൂരെ കളയാം. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണോ, അവർ ചെയ്യാത്തതാണോ, അവരുടെ നീതിബോധം കൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്തരക്കാരോട് യാതൊരു രീതിയിലുള്ള സോഫ്റ്റ് കോർണറും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താലും പെറ്റമ്മയെ തല്ലിയാലും 2 പക്കം എന്ന് പറയുന്ന കണക്ക് അവർക്കൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് വേണം കാണാൻ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്നാണ്. ദുഷ്ടന്മാർക്കുള്ള ഒരു അക്സെപ്റ്റൻസ് പറയാനും പാടില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി. ആ അമ്മയ്ക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ ആ അമ്മ അന്നേ മറുപടി കൊടുക്കുക. 1 ഇയർ ബിഫോർ അവരുടെ ചാനൽ അടിച്ച് കളഞ്ഞ് അതിൽ നിന്ന് അവർ റിക്കവറി ചെയ്ത് അന്നമ്മ ചേടത്തി 2.0 എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി. ആ ചാനലിലേക്ക് പഴയ ചാനലിൽ നിന്ന് 3-4 വീഡിയോ എടുത്തിട്ടു ദേഷ്യം പിടിച്ചു. അല്ലെങ്കിൽ വിളിച്ച് ഇൻഫോർമേഷൻ കൊടുക്കാമല്ലോ, ചെയ്യരുതെന്ന് പറയാമല്ലോ, കോപ്പിറൈറ്റ് ഞാൻ ചെയ്യുമെന്ന് വിലക്കാമല്ലോ. ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആ ചാനലിനെ അടിച്ച് കളഞ്ഞു. എന്തൊരു യോഗ്യനാണെന്ന് ആലോചിക്കുക, എന്തൊരു യോഗ്യതയാണ്. വെരി ഗുഡ്, ബ്രില്യൻറ്റ്, ഒന്നും പറയാനില്ല. താങ്ക് യു.